എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. ഇന്ന് പത്രങ്ങളിലൂടെ എപ്പിസോഡാണ്. ഫെബ്രുവരി മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ ചോദ്യങ്ങൾ. ഓക്കെ, റെഡി അല്ലേ? ഫെബ്രുവരി 1 മുതൽ 10 വരെയുള്ള തീയതികളിലെ ചോദ്യങ്ങൾ. ആദ്യത്തെ ആഴ്ച മാത്രമല്ല, 10-ാം തീയതി വരെയുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3 ചെറിയ റൗണ്ടുകൾ. ആദ്യത്തെ റൗണ്ടിൽ 5 ചിത്രങ്ങൾ നിങ്ങളെ കാണിക്കും. ഓരോ ചിത്രങ്ങളായി കാണുക. എന്താണ് സംഭവം എന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ആ ചിത്രത്തിലുള്ള ആളുടെ പേരിന് പോലും പ്രസക്തിയില്ല. സ്പെസിഫിക് ആയിട്ട് എന്താണ് സംഭവം എന്ന് പറയുമ്പോഴാണ് ചിലപ്പോൾ മാർക്ക് കിട്ടുക. ചിലത് നിങ്ങൾ പേര് കണ്ടുപിടിച്ചാൽ തന്നെ ഉത്തരവാകും. ഓക്കെ, അപ്പോൾ ഫെബ്രുവരിയിലെ ആദ്യ പത്രങ്ങളിലൂടെ ഒന്നാമത്തെ ചോദ്യം കാണുക. ചിത്രം വേണമെങ്കിൽ ഒന്ന് കാണിക്കാം ഇങ്ങോട്ട്. ഓക്കെ, സോറി, ഒന്നാമത്തെ ചിത്രം കണ്ടു. ഓക്കെ, നിഷാൻ സമയം കഴിയുന്നു. ഉത്തരം പറഞ്ഞു. നിബിയുടെ ഉത്തരം തന്നെ പറഞ്ഞോട്ടെ. എപ്സ്റ്റീൻ ഐലൻഡ്. എന്തോ സംഭവം എന്താ? എപ്സ്റ്റീൻ ഐലൻഡ്. അങ്ങനെ ഐലൻഡ് ഉണ്ടോ? ഓഹോ, നിഷാന്റെ ഉത്തരം എപ്സ്റ്റൈൻ ഫയൽസിലെ ഐലൻഡ് ആണ് ഇപ്പോൾ കാണിച്ചത്. ലിറ്റിൽ സെന്റ് ജേക്കബ്സ് എന്നാണല്ലേ പേര്? ലിറ്റിൽ സെന്റ് ജെയിംസ് എന്നാണ് പേര്. ഒരു പടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജെഫ്രി എപ്സ്റ്റൈൻ. അപ്പൊ സംഭവം എന്താ? എപ്സ്റ്റൈൻ ഫയൽസിനെ കുറിച്ചാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഒന്ന് ജെഫ്രി എപ്സ്റ്റൈൻ ആയിരുന്നു. രണ്ടാമത്തത് ലിറ്റിൽ സെന്റ് ജെയിംസ് ഐലൻഡ് ആണ്. അത് എപ്സ്റ്റൈൻ ഫയലുമായി ബന്ധപ്പെട്ട 2 പോർഷൻസാണ് കാണിച്ചിരുന്നത്. ഓക്കെ, ഉത്തരം എപ്സ്റ്റൈൻ ഫയൽസ് എന്നുള്ളതായിരുന്നു. 2 പേർക്കും 10 മാർക്ക്. ഐലൻഡിലാണ് കുപ്രസിദ്ധമായ അവരുടെ സുഖവാസ കേന്ദ്രം. ഓക്കെ, രണ്ടാമത്തെ ചിത്രം നോക്കിക്കോളൂ. കിട്ടിയില്ലേ? രണ്ടാമത്തെ ചിത്രം. ഓക്കെ, 2 പേരുണ്ട്. ആളുകളുടെ പേരിന് പ്രസക്തിയില്ല. ഇല്ല, എന്താണ് വിഷയം എന്നുള്ളതാണ്. എന്തുകൊണ്ട് എന്നുള്ളത്, ആരൊക്കെയാണ് എന്നുള്ളത് വേണം. ഞാൻ പറഞ്ഞു അതുകൊണ്ട് മാത്രം മാർക്ക് കിട്ടില്ലെന്നാണ്. എന്തുകൊണ്ടാണ് ഇപ്പൊ എന്തുകൊണ്ടാണ് അവർ പ്രശസ്തം എന്നാണ് വേണ്ടത്. എഴുതി ഞാൻ പറയാം. അവരുടെ പേര് എഴുതണം. ഓക്കെ, പെട്ടെന്ന് എഴുതിക്കോ, സമയം കഴിഞ്ഞു. ശരി, അതെ. നിഷാന്റെ ഉത്തരം വായിച്ചു. ഇത്തവണത്തെ ഗ്രാമി അവാർഡാണ്. കറക്റ്റ് ഉത്തരവാണ്. കാര്യങ്ങൾ ആരൊക്കെയാണ്? 2 പേര്. ഒന്ന് ദലൈലാമ. ദലൈലാമയ്ക്ക് മെഡിറ്റേഷൻ എന്ന ഓഡിയോ ബുക്കിന് അദ്ദേഹത്തിന് ഗ്രാമി അവാർഡ് കിട്ടി. ഓക്കെ, രണ്ടാമത്തെ ആള് അവതാറിന്റെ ഡയറക്ടർ ജെയിംസ് കാമറൂൺ ആണ്. അവതാറിന്റെ ഡയറക്ടർ അല്ല, സ്റ്റീവൻ സ്പീൽബർഗ്. രണ്ടാമത്തെ ആള് സ്റ്റീവൻ സ്പീൽബർഗ് ആണ്. മ്യൂസിക് ഫോർ ജോൺ വില്യംസ് എന്നുള്ള ഒരു മ്യൂസിക്കുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററിയുടെ നിർമ്മാതാവായിരുന്നു സ്റ്റീവൻ സ്പീൽബർഗ്. അപ്പം ആ 2 പേർക്കും ഇത്തവണത്തെ ഗ്രാമി അവാർഡ് കിട്ടി എന്നുള്ളതാണ് പ്രത്യേകത. നിബി രണ്ടും ശരിയാണോ? നിബിക്ക് 10 മാർക്ക്, നിഷാന് 7.5 മാർക്സ്. ആ സ്പീൽബർഗിന്റെ പേര് ഗ്രാമി അവാർഡ് ഉള്ളതുകൊണ്ടാണ് കൂടുതൽ മാർക്ക് തന്നത്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ്. ചിത്രം ശരിക്കും സൂക്ഷിച്ച് നോക്കുക. ചിത്രം സൂക്ഷിച്ച് നോക്കുക. വളരെ പ്രസക്തമായൊരു ചിത്രമാണ്. ഇല്ല, ആ ചിത്രങ്ങൾ തമ്മിൽ കണക്ട് ചെയ്ത് അത്രേ ഉള്ളൂ. ഓക്കെ, ശരി. നിബിയുടെ ഉത്തരം SIRമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ആദ്യമായിട്ട് അതിനെക്കുറിച്ച് നേരിട്ടൊരു കാര്യം പറഞ്ഞ് അതിന്റെ പ്രശ്നങ്ങൾ കാണിച്ച മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ്. പാർലമെന്റ് പറഞ്ഞു SIRമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ അതിനെക്കുറിച്ച് ആദ്യമായിട്ട് സംസാരിച്ച മുഖ്യമന്ത്രി. ഉത്തരം ശരിയല്ല. പിന്നെ സുപ്രീം കോടതിയിൽ നേരിട്ട് വന്ന മമതാ ബാനർജി SIR കുറിച്ച് അതാണ് കാര്യം. അത് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. പക്ഷെ 2 പേർക്ക് ഫുൾ മാർക്ക് ഇല്ല. നിഷാൻ മമതാ ബാനർജി എഴുതാത്തതുകൊണ്ട് നിഷാൻ 7.5 ഉള്ളൂ. നിബിക്ക് 2.5. കാര്യം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മമതാ ബാനർജി മാത്രം ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് വെറുതെ മാർക്ക് തന്നേ ഉള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? SIRമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സുപ്രീം കോടതിയിൽ തന്നെ കേസ് വാദിച്ചു. വേറെ വക്കീലിനെ ഒന്നും വെച്ചില്ല. അതാണ് ആ സംഭവത്തിന്റെ പ്രസക്തി. പാർലമെന്റാണ് നിബിക്ക് അത് കണ്ടപ്പോൾ തോന്നിയത്. പാർലമെന്റ് അല്ല, അത് സുപ്രീം കോടതിയാണ്. ഏറ്റവും വലിയ അതിൽ ആ വാർത്തയ്ക്കുള്ള ഒറ്റ പ്രാധാന്യം മമതാ ബാനർജി ആണെന്നുള്ളതോ SIR ആണെന്നുള്ളതോ ഒന്നുമല്ല. ഒരു മുഖ്യമന്ത്രി ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി സ്വന്തമായി കേസ് വാദിക്കുന്നത്. വേറെ വക്കീലിനെ സിനിമയിലൊക്കെ കാണാറില്ലേ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്വയം വാദിച്ചു. ഓക്കെ, നെക്സ്റ്റ്. അടുത്ത ചിത്രം.
2 വ്യക്തികളുണ്ട്, നടുക്ക് വേറെന്തോ കാണുന്നുണ്ട്. ഞാൻ കാണിച്ചില്ല. പെട്ടെന്ന് നിങ്ങൾ പകുതി എഴുതുന്നെങ്കിൽ അതനുസരിച്ച് മാർക്കിൽ വ്യത്യാസം വരും. ഏറ്റവും ബേസിക് കാര്യം എന്താണെന്നുള്ളതിന് പ്രധാന മാർക്ക്, മെയിനായിട്ടും മാർക്കുണ്ട്. ഓക്കെ, നിഷാന്റെ ഉത്തരം പറഞ്ഞോ. അതായത് ഈ അടുത്ത് ഒരു 70 വയസ്സുകാരന് ബാബാന്ന് പേരുള്ള ഒരു കടയിൽ ഒരു സംഘം വന്ന് ആക്രമിച്ചു. അതിനെ തടുക്കാൻ വന്ന ഒരാള്, അദ്ദേഹത്തിന്റെ പേരെന്താ വെച്ചപ്പോൾ മുഹമ്മദ് ദീപക് എന്ന് മറ്റേ പറഞ്ഞിട്ട്. ഓക്കെ, ഉത്തരാഖണ്ഡിൽ നടന്ന സംഭവമാണ്. എഴുതിയത് മാത്രം വായിക്കുക. മുഹമ്മദ് ദീപക്, പേര് വിവാദം. അടുത്തത് മുഹമ്മദ് ദീപക് 70 വയസ്സുള്ള ആൾ ബാബ കട ഹിന്ദു സംഘം അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ പേര് പറഞ്ഞു. അതാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതിന് യഥാർത്ഥ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂടെ നിൽക്കുന്ന ആൾ ബാബ എന്ന പേരിലുള്ള ആ ഷോപ്പിനായിരുന്നു പ്രശ്നം. ആ ബാബ എന്നുള്ള പേര് ഉപയോഗിച്ചു എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ കട പൂട്ടിക്കാനും ആക്രമിക്കാനും ഒക്കെ ആൾക്കാർ വന്നപ്പോൾ ഇദ്ദേഹം ദീപക് കുമാർ തടഞ്ഞു. അപ്പോൾ ദീപക് കുമാറിനോട് എന്താണ് പേരെന്ന് ചോദിച്ചപ്പോഴാണ് മുഹമ്മദ് ദീപക് എന്ന പേര് പറഞ്ഞത്. അത് ആ പരിപാടിക്കെല്ലാം ശേഷം അദ്ദേഹത്തിൻ്റെ ജിമ്മിന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മൊത്തത്തിൽ അദ്ദേഹത്തിന് ജിമ്മിലേക്ക് വരുന്ന ആൾക്കാരുടെയൊക്കെ എണ്ണം കുറഞ്ഞെങ്കിലും മൊത്തം ഇന്ത്യയുടെ കാര്യം പരിശോധിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒരുപാട് സപ്പോർട്ടൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇന്ത്യയിൽ വളരെ പോസിറ്റീവായി നടന്ന ഒരു കാര്യം അതായിരുന്നു ഉദ്ദേശം. സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒരു സംഭവമാണ്. ഇനിവേ രണ്ടുപേരും ആ സംഭവത്തിലേക്ക് എത്തിയത് കൊണ്ട് 2 പേർക്കും 5 മാർക്ക്. വക്കീൽ അഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നിഷാൻ 7.5, ഒരാളുടെ പേര് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. നിഷാൻ 7.5, നിബിക്ക് 5. ലാസ്റ്റ് ചിത്രം പടം കണ്ടല്ലോ. ഇവിടെ നിങ്ങൾ ഓർക്കുക, സംഭവത്തിന് 5 മാർക്ക്, പിന്നെ എന്താണെന്നുള്ളതിന് ബാക്കിയേ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. 10 മാർക്കിൽ വീഡിയോ കാണിക്കും, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ശരി, എഴുതിയത് നിഷാന്റെ ഉത്തരവാദിത്യം വായിച്ചു. റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ല് കേരള MP എം.എ. റഹീം പാർലമെന്റിൽ അവതരിപ്പിച്ചു. നിബിയുടെ ഉത്തരം എം.എ. റഹീം, റൈറ്റ് ടു ഡിസ്കണക്ട്. എം.എ. റഹീമാണോ എ റഹീമാണോ? കറക്റ്റ്, എം.എ. ഞാനും എഴുതിയേ. നോക്കിക്കേ. എന്തായാലും നിങ്ങൾക്ക് 2 പേർക്കും 10 മാർക്ക്. റൈറ്റ് ടു ഡിസ്കണക്ട്, അതായത് ഏതെങ്കിലും കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ 5 മണിക്ക് ശേഷം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് ഇമെയിലായിട്ടും അല്ലാതെയൊക്കെ ഓൺലൈനിലൊക്കെ ഇങ്ങനെ പണികൾ വന്നുകൊണ്ടിരിക്കും. അതല്ല, വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ടൈം ഫാമിലിക്കൊപ്പം കുട്ടികൾക്കൊപ്പം ഒക്കെ സമയം ചെലവഴിക്കാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാകണം, ജോലിയിൽ നിന്ന് മാറി നിൽക്കാനുള്ള അവസരം ഉണ്ടാകണം. അത് കാണിച്ചുകൊണ്ടുള്ള ബില്ലാണ് രാജ്യസഭയിൽ റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ല് അവതരിപ്പിച്ചത്. കേരള MP ആണ്. അദ്ദേഹത്തിന്റെ പേര് എ റഹീമാണ്. എ റഹീം കേട്ടോ, മാറിപ്പോണ്ട. 10 മാർക്ക്, 2 പേർക്കും 10 മാർക്ക്. അപ്പോൾ നമ്മുടെ 1ാമത്തെ റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. യെസ്, നിബിക്ക് 37.5 മാർക്ക്, നിഷാന് 42.5 മാർക്ക്. ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ 5 മാർക്കിന്റെ ലീഡ് നിഷാനുണ്ട് 1ാമത്തെ റൗണ്ട് കഴിയുമ്പോൾ. ഇനി 2 ചെറിയ റൗണ്ടുകൾ കൂടിയാണ് അവശേഷിക്കുന്നത്. അപ്പോൾ അടുത്ത റൗണ്ടിലും 5 ചോദ്യങ്ങളാണുള്ളത്. ഓരോ ചോദ്യത്തിനും 5 മാർക്ക്. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ 2ാമത്തെ റൗണ്ടിലേക്കുള്ള ചോദ്യങ്ങൾ വരികയാണ്. 1ാമത്തെ ചോദ്യം, 2 പേരും പെട്ടെന്ന് എഴുതിക്കൊള്ളുക. പത്രത്തിൽ കണ്ട വാർത്ത ഇങ്ങനെയാണ്: കേരളത്തിൽ കിൻഫ്ര പാർക്കുകളിൽ വലിയ പദ്ധതികൾ വരുന്നു. ഇതായിരുന്നു വാർത്ത. നിങ്ങൾ എഴുതേണ്ടത് കിൻഫ്ര എന്നതിന്റെ ഫുൾ ഫോമാണ്. കിൻഫ്ര, കേരളത്തിൽ കിൻഫ്ര പാർക്കുകളിൽ വലിയ പദ്ധതികൾ വരുന്നു. കിൻഫ്രയുടെ ഫുൾ ഫോം. ഓക്കെ, സെറ്റായോ? നിബിയുടെ ഉത്തരം കേരള ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. നിഷാന്റെ ഉത്തരം കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. നിഷാൻ 5 മാർക്ക്. കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് കിൻഫ്ര. നിബിക്ക് തൽക്കാലം മാർക്കില്ല. അടുത്ത ചോദ്യത്തിലേക്ക്. കൈറ്റ് വിക്ടേഴ്സിൽ മുന്നൊരുക്കം പദ്ധതി ആരംഭിച്ചു. കൈറ്റ് വിക്ടേഴ്സ് ചാനലിൽ മുന്നൊരുക്കം പദ്ധതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരീക്ഷകളുടെയൊക്കെ രീതികളിൽ മാറ്റം വന്നിട്ടുണ്ട്. ആ പരീക്ഷകളെയും പുതിയ ക്വസ്റ്റ്യനെയൊക്കെ പരിചയപ്പെടുത്താനും ആത്മവിശ്വാസത്തോടെ എക്സാം നേരിടാൻ കുട്ടികളെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് മുന്നൊരുക്കം. വന്നത് കൈറ്റ് വിക്ടേഴ്സ് ചാനലിലാണ്. എന്താണ് കൈറ്റിന്റെ ഫുൾ ഫോം? കൈറ്റ് എന്നതിന്റെ ഫുൾ ഫോം എന്ത്? സെറ്റാണോ? ശരി, നിഷാന്റെ ഉത്തരം വായിച്ചു. കേരള ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. നിബിയുടെ
എന്താ എഴുതിയേ? കേരള ഇൻഫർമേഷൻ ടെക്നോളജി ഫോർ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ്. വൺസ് അഗെയിൻ നിഷാൻ 5 മാർക്ക്. നിഷാൻ മാർക്ക് സ്കോർ ചെയ്യുന്നു. പക്ഷെ നിബി നിന്നെ ഭയങ്കരമായിട്ട് സഹായിക്കുന്നു മാർക്ക് ഇല്ലാതെ. നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ റൗണ്ടിൽ. നരേന്ദ്രമോദി മലേഷ്യ സന്ദർശിക്കുന്നു. അവിടെയും UPI സേവനങ്ങൾ തുടങ്ങും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്താണ് UPI? UPIയുടെ ഫുൾ ഫോം. UPI സേവനങ്ങൾ മലേഷ്യയിലും തുടങ്ങും നരേന്ദ്രമോദി പറയുന്നു. എന്താണ് UPI? നിബിയുടെ ഉത്തരം? യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. നിഷാൻ എന്ത്? യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ശരിയായ ഉത്തരവാണ്. 2 പേർക്കും 5 മാർക്ക് വീതം കിട്ടിയിരിക്കുകയാണ്. ഈ റൗണ്ടിലെ 4ാമത്തെ ചോദ്യം, സെക്കൻഡ് ലാസ്റ്റ് ചോദ്യം. ദ ബെസ്റ്റ് പ്ലേ ഇൻ ഗാസ ഇത്തവണ ഇറ്റ്ഫോക്കിൽ പ്രദർശിപ്പിക്കുമെന്ന് കരുതിയിരുന്ന നാടകമാണ് ദ ബെസ്റ്റ് പ്ലേ ഇൻ ഗാസ. പക്ഷെ അതിന് അനുമതി കിട്ടിയില്ല. എന്തായാലും ഇറ്റ്ഫോക്ക്, കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിലുള്ള ഇറ്റ്ഫോക്ക് സമാപിച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഇറ്റ്ഫോക്ക്? ഇറ്റ്ഫോക്ക് എന്താണ്? ഇറ്റ്ഫോക്ക്, ഇറ്റ്ഫോക്കിന്റെ ഫുൾ ഫോം നിഷാൻ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. നിബി എഴുതിയോ? ഓക്കെ, നിഷാന്റെ ഉത്തരം വായിച്ചോ. ഇന്റർനാഷണൽ തിയേറ്റർ ഫോർ ഫോക്ക് ഫോക്ക്. നിനക്ക് ജസ്റ്റ് എന്നത് ഫോക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയായിരുന്നു. ലിബി പറയോ? ഇന്റർനാഷണൽ തിയേറ്ററിക്കൽ ഫെസ്റ്റിവൽ ഓഫ് കേരള. തിയേറ്ററിക്കൽ അല്ല, തിയേറ്ററുകളുടെ ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള. ഓക്കെ, നിബിക്ക് 5 മാർക്ക്, നിഷാന് മാർക്കില്ല. നിബി ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. ഇല്ല. ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള. ഈ റൗണ്ടിൽ അവസാനത്തെ ചോദ്യം. മെഡിസപ്പ് 2.0 സ്റ്റാർട്ട് ചെയ്തു. മെഡിസപ്പ് 2.0 പോട്ടെ. മെഡിസപ്പിന്റെ ഫുൾ ഫോം. വാട്ട് ഈസ് മെഡിസപ്പ്? എന്താ സംഭവം എന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. മെഡിസപ്പ് എന്താണെന്ന് അറിയാവുന്ന മാത്രം നോക്കിയാൽ ഉത്തരവ്. ഫുൾ ഫോമാ? ഫുൾ ഫോം മെഡിസപ്പിന്റെ മെഡിസപ്പ്. നിബി എഴുതിയോ? ശരി, നിബിയുടെ ഉത്തരം. മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. നിഷാന്റെ ഉത്തരം എന്താ? മെഡിക്കൽ സപ്പോർട്ട് ഇൻഷുറൻസ് പ്രോഗ്രാം. മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. മെഡിസെപ്പ്. നിബി എന്നെ വായിച്ചേ? മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ അല്ലേ? മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം ഫോർ. അങ്ങനെ സ്കീം ഒന്നും ഉണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷൻ. ഇത് ഉത്തരം അല്ലേ? 5 മാർക്ക് ഇതുണ്ട്. നിനക്ക് മാർക്കില്ല. അതെങ്ങനെ പറയാനായിട്ട്? എന്താണെന്ന് അറിയാമെങ്കിൽ ഉത്തരം എഴുതാന്ന് പറഞ്ഞു. മെഡിസപ്പ് ഒക്കെ നേരത്തെ പഠിച്ചിട്ടുള്ളതാ. മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്, അതാണ് മെഡിസപ്പ്. അപ്പോൾ ഈ റൗണ്ടിൽ 2 പേർക്കും 15 മാർക്ക് വീതമാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് 3 ശരിയായതുകൊണ്ട് നിഷാനും 3 ശരി. അപ്പൊ നമ്മൾ അവസാന റൗണ്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് മാർക്ക് ഇപ്പൊ നിൽക്കുന്നത് 5 വ്യത്യാസം. 57-യും 52-യും തന്നെ അല്ലേ? 57-52. ഓക്കെ, വാശിയേറിയ മത്സരത്തിന്റെ അപ്പൊ അവസാന റൗണ്ടിലേക്ക് കിടക്കുകയാണ്. അവസാന 5 മാർക്ക് വീതമുള്ള 10 ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് മാറി പറയാനുള്ള അവസരം. അല്ല, അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പം നമ്മുടെ ചാനലിനെ കൂട്ടുകാർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള 2 വഴികളാണുള്ളത്. അതിലൊന്ന് തീർച്ചയായും ഞങ്ങളുടെ ചാനലിൽ ജോയിൻ ചെയ്ത് ചാനലിലെ ഒരു മെമ്പർ ആവുക എന്നതാണ്. അതിനൊപ്പം തന്നെ ഇപ്പോൾ ഞങ്ങൾ പത്രങ്ങളിലൂടെ എന്ന പേരിൽ പത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കുറച്ച് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും ഒക്കെ പരിചയപ്പെടുത്തുക എന്ന രീതിയിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പും തുടങ്ങിയിട്ടുണ്ട്. അതിലും അംഗമാകാവുന്നതാണ്. അതിന് ഇപ്പൊ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഞങ്ങളുടെ ചാനലിൽ ജോയിൻ ചെയ്തും വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായും നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോകൾ താല്പര്യമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ലാസ്റ്റ് റൗണ്ടിലേക്ക് ഇന്നത്തെ വിജയം തീരുമാനിക്കാനുള്ള അവസാനത്തെ 10 ചോദ്യങ്ങളാണ്. 5 മാർക്കിന്റെ. പറയട്ടെ, ഞാൻ നിഷാന് തോറ്റു കൊടുത്ത തെറ്റിക്കാൻ മാത്രം ഞാൻ മണ്ടനല്ല. അല്ല, ഒറ്റ ക്വസ്റ്റ്യന്റെ വ്യത്യാസമേ ഉള്ളൂ. 10 ചോദ്യങ്ങളുണ്ട്. സുഖമായിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. അവസാന റൗണ്ടിൽ ഒന്നാമത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ചാമ്പ്യൻ ആര്? അല്ല, എത്ര ചോദ്യം? 10 ചോദ്യങ്ങൾ, 50 മാർക്ക് വരെ സ്കോർ ചെയ്യാം. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ചാമ്പ്യൻ ആര്? 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ചാമ്പ്യൻ.
ഓക്കെ, ഉത്തരം പറഞ്ഞു. എലീന റബക്കീന. എലേന റെബക്കീന ശരിയായ ഉത്തരവാണ്. 5 മാർക്ക്. 5 മാർക്ക്, രണ്ടുപേർക്ക് ശരി. ഓക്കെ, സന്തോഷ് ട്രോഫി 79ാം കിരീടം നേടിയത് ആര്? 79ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ആര്? 79th സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ആര്? നിബിയുടെ ഉത്തരം സർവീസസ്. നിഷാൻ ശരിയായ ഉത്തരം. ഉത്തരവാണ് സർവീസസ്. മൂന്നാമത്തെ ചോദ്യം, സംസ്ഥാന ഒരു സവിശേഷ ദുരന്തമായിട്ട് ഒരു പ്രകൃതി ദുരന്തത്തെ പ്രഖ്യാപിച്ചു. സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് ഏത് പ്രകൃതി ദുരന്തത്തെയാണ് നമ്മുടെ സംസ്ഥാനം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചത്? സംസ്ഥാനം ഒരു സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി ദുരന്തം ഏത്? നിബിക്ക് ചിരി വരാൻ തുടങ്ങി. നിഷാൻ ടെൻഷനിലായി. ഇനി അവസാനം നിഷാന്റെ കരഞ്ഞ് കൂവലൊക്കെ കാണേണ്ടി വരുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, മതി. നിഷാന്റെ ഉത്തരം ആദ്യം പറഞ്ഞോ. പറഞ്ഞു. ചുഴലിക്കാറ്റ്, പൊട്ടത്തെറ്റ്. കേരളത്തിലൂടെയാണ് ചുഴലിക്കാറ്റ്. കടലാക്രമണം ശരിയായ ഉത്തരം. ഇല്ല, കടലാക്രമണം. തിരമാല ഒന്നും ദുരന്തമല്ല. 7 ക്വസ്റ്റ്യനോട് അവശേഷിക്കുമ്പോൾ നിബി ഒപ്പമെത്തിയിരിക്കുകയാണ്. 4ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രം എന്നുള്ള റെക്കോർഡ് ഫെബ്രുവരി ആദ്യ വാരമായപ്പോൾ ദുരന്തർ സ്വന്തമാക്കി കഴിഞ്ഞു. നിങ്ങൾ സിനിമ കണ്ടു, നല്ല സിനിമയാണ്. ആരാണ് ദുരന്തർ സിനിമയുടെ സംവിധായകൻ? ഡയറക്ടർ ഓഫ് ദുരന്തർ. നിഷാൻ നിബിക്ക് തെറ്റിയിട്ടില്ല. ഇവിടെ നിന്ന് നിബി എഴുതുന്ന കാണാം. ആരാ നിബി ഉത്തരം? ആദിത്യധർ. നിഷാന്റെ ഉത്തരം? ഞാൻ കുറച്ചും കൂടെ മെച്ചൂർ ആണ്. ആദിത്യധർ. ഏതാ ടെൻഷൻ അനുഭവിച്ചിട്ട്? ആദിത്യധർ ശരിയായ ഉത്തരം. ഓക്കെ, ജനറൽ മനോജ് മുകുന്ദ് നരവന അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പാർലമെന്റിൽ ഒരുപാട് പ്രശ്നങ്ങളും ചലനങ്ങളും ഒക്കെ ഉണ്ടാക്കി. അത് പ്രസിദ്ധീകരിച്ചിട്ട് പിൻവലിച്ചു എന്നൊക്കെ വലിയ തർക്കങ്ങൾ. എന്താകട്ടെ, ആ പുസ്തകത്തിന്റെ പേരെന്താണ്? ജനറൽ മനോജ് മുകുന്ദ് നരവനയുടെ പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകം കാരണം ഇനി ആർമിയിൽ നിന്നൊക്കെ വിരമിക്കുന്നവർ, പട്ടാളക്കാർ വിരമിച്ച് 20 വർഷത്തിനിടയിൽ പുസ്തകം എഴുതല്ലെന്നുള്ള നിയമം വരെ വരുന്നു. പുസ്തകത്തിന്റെ പേരാണ് ചോദ്യം. എഴുതി. ഓക്കെ, നിബിയുടെ ഉത്തരം? 4 Stars of Destiny. 4 Stars of Destiny. എങ്ങനെ 4 അല്ല, തെറ്റ്. 4 FOUR 4 4 സ്റ്റാർ തന്നെ. അതെ, 4 എന്നുള്ള അക്ഷരം തന്നെയാണ്. 4 Stars of Destiny. നിബിക്ക് 5 മാർക്ക്, നിഷാന് മാർക്കില്ല. പേടിക്കണ്ട. 6ാമത്തെ ചോദ്യം കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. കുടുംബശ്രീ ഒരുപാട് പുതിയ സംരംഭങ്ങളൊക്കെ വരുന്നു. അതിനിടയ്ക്ക് കേരളത്തിൽ 50 ടേക്ക് അവേ കൗണ്ടറുകൾ തുടങ്ങുന്നു. ടേക്ക് അവേ കൗണ്ടർ നമുക്കറിയാം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോകാം. അങ്ങനെയുള്ള കുടുംബശ്രീയുടെ ടേക്ക് അവേ കൗണ്ടേഴ്സിന് ഇടുന്ന പേര്? വെരി ഗുഡ്. കുടുംബശ്രീയുടെ ടേക്ക് അവേ കൗണ്ടേഴ്സിന്റെ പേര്? നിഷാന്റെ ഉത്തരം? മൈ ടേക്ക്. നിബിയുടെ? മീറ്റ് പോയിന്റ് ശരിയായ ഉത്തരവാണ്. കണ്ടുമുട്ടുന്ന പോയിന്റ് അല്ല, മീറ്റ് ഇറച്ചി എന്നുള്ള മീറ്റാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മലയാളമാണ് എഴുതിയേ. മീറ്റ് പോയിന്റ് ശരിയായ ഉത്തരം. നിബിയുടെ ലീഡ് 10 മാർക്കായി കഴിഞ്ഞു. ഏറെക്കുറെ നിബി വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. 7ാമത്തെ ചോദ്യം, ഞാൻ നിഷാന് തോറ്റു കൊടുത്താൽ പോലും ഇതാണല്ലോ അവസ്ഥ. ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ ആണ് എന്നുള്ളത് അറിയാം. 2026 ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേയുടെ തീം എന്താണ്? 2026 വേൾഡ് ക്യാൻസർ ഡേയുടെ തീം? ഓക്കെ, നിബിയുടെ ഉത്തരം? യുണൈറ്റഡ് ബൈ യൂണീക്ക്. അബ്സല്യൂട്ട്ലി. യുണൈറ്റഡ് ബൈ യൂണീക്ക് ആണ് ശരിയായ ഉത്തരം. നിബിക്ക് 15 മാർക്കിന്റെ ലീഡായി. ഇനിയുള്ള 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3 ക്വസ്റ്റ്യൻസും നിബി തെറ്റിക്കുകയും നിഷാൻ ശരിയാക്കുകയും ചെയ്താൽ മാത്രം ഒപ്പെത്താം. നിഷാൻ വിജയിക്കില്ല എന്നുള്ളൊരു ഉറപ്പായി. 8ാമത്തെ ചോദ്യം സിമ്പിൾ ചോദ്യം, കളിയല്ല, സീരിയസ് ആണല്ലോ. എഴുതിക്കോ. 8ാമത്തെ ചോദ്യം സിമ്പിൾ. മണിപ്പൂർ മുഖ്യമന്ത്രി. ഒടുവിൽ നമ്മുടെ പ്രസിഡന്റ് ഭരണമൊക്കെ അവസാനിപ്പിച്ച് മണിപ്പൂരിൽ പുതിയ മുഖ്യമന്ത്രി ചുമതല ഏറ്റുകഴിഞ്ഞു. മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ പേര് എന്ത്? നിബിക്ക് ഇതെല്ലാം ശരിയാണോ? ഒരെണ്ണം പോലും തെറ്റിയില്ല. മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ പേര്? നിബിയുടെ ഉത്തരം? നിബിയുടെ ഉത്തരം? യുംനം കെംചന്ദ് സിംഗ്. നിഷാന്റെ ഉത്തരം? ശരിയായ ഉത്തരവാണ് യുംനം കെംചന്ദ് സിംഗ്. അത് നിബി ജയിച്ചു ഉറപ്പിച്ചു. ഓക്കെ, 15 ഉത്തരം പറയാതിരിക്കണോ? എങ്കിലും കാര്യമില്ല. 9ാമത്തെ ചോദ്യം,
അപ്പൊ നെഗറ്റീവ് വെക്കാം. അപ്പൊ എനിക്ക് മാത്രം, ഞാൻ തെറ്റി. രാജ്യത്ത് 10 പോലീസ് സ്റ്റേഷനുകൾ, രാജ്യത്തെ ഏറ്റവും മികച്ച 10 പോലീസ് സ്റ്റേഷനുകളെ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ ഒന്ന് കേരളത്തിൽ നിന്നാണ്. ഏതാണത്? ഇന്ത്യയിലെ ഏറ്റവും മികച്ച 10 പോലീസ് സ്റ്റേഷനുകളെ തിരഞ്ഞെടുത്തു, അതിലൊന്ന് കേരളത്തിൽ നിന്ന്. ഏത് പോലീസ് സ്റ്റേഷൻ? നിബിയുടെ ഉത്തരം ഇരിട്ടി. കണ്ണൂരിലെ ഇരിട്ടി പോലീസ് സ്റ്റേഷൻ. നിഷാൻ ഇരുട്ടൂർ. തെറ്റായ ഉത്തരവാണ്, ഇരിട്ടിയാണ്. ഓക്കെ, 20 മാർക്കിന്റെ മൃഗീയ ലീഡിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 20 മാർക്കിന്റെ ലീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനു മുമ്പ് ഒരു 5 മാർക്കിന്റെ ലീഡ് അവനായിരുന്നു. അപ്പൊ അത് കവർ ചെയ്തപ്പോ നിഷാൻ ഒരുപാട് തെറ്റി ഇതിനകത്ത്. കുറെ തെറ്റി. അവസാനത്തെ ചോദ്യം. KSRTC സ്റ്റോപ്പുകളിൽ ഇനി മുതൽ ബസ് കാത്തു നിൽക്കുന്നിടത്ത് ഒരു ലൈബ്രറിയും കൂടി കാണാം. പല സ്ഥലങ്ങളിലും അത് തുടങ്ങിക്കഴിഞ്ഞു. KSRTCയുടെ ബസ് സ്റ്റോപ്പുകളിൽ പുസ്തകം വായിക്കാനുള്ള അവസരം ഒരുക്കുന്നു. ആ പദ്ധതിയുടെ പേര്? പെൻഷൻകാരും കുടുംബാംഗങ്ങളും എല്ലാം ചേർന്നാണ് ചെയ്യുന്നത്. പെട്ടെന്ന് നിഷാന് വളരെ കുറച്ചേ ശരിയാവുള്ളൂടാ. ഉത്തരം എഴുതിക്കൂ. ഇല്ല. ഓക്കെ, നിബിക്കുണ്ടോ? ഉണ്ടോ? ഇല്ല. പുസ്തകക്കൂട് എന്നാണ് പേര്. പുസ്തകക്കൂട്. ഓക്കെ, നമ്മുടെ മത്സരം അവസാനം. നിഷാൻ എത്ര എണ്ണ ശരി എഴുതി റൗണ്ടില്? എണ്ണോ എന്ന് പറഞ്ഞു. എത്ര? 4 ക്വസ്റ്റ്യനോ? എന്തുവാടാ? ഓക്കെ, അപ്പൊ നമ്മുടെ മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം മത്സരങ്ങൾ അവസാനിച്ച് നിഷാൻ തോറ്റു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല. എങ്കിലൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം കഴിഞ്ഞ ദിവസം CM കിഡ്സ് അല്ല, CM ക്വിസ്, ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് എല്ലാ ജില്ലയിലും നടന്നു കഴിഞ്ഞു. ഇനി സംസ്ഥാന തലം നടക്കാൻ പോവുകയാണ്. അത് എനിക്ക് കോട്ടയത്ത് നിന്ന് കിട്ടിയതൊന്നും ചെയ്തില്ല. പക്ഷെ ഇന്നൊരിക്കലൊരു കോൾ വന്നു. നമ്മൾ ഈ CM ക്വിസുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടു. അത് കഴിഞ്ഞ് മത്സരത്തിൽ തോറ്റു കഴിഞ്ഞ് വന്നിട്ടും അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടു. അതൊക്കെ കണ്ടതുകൊണ്ട്, അപ്പം ആ ഒരു ക്വിസുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇട്ടത് കൊണ്ട് തീർച്ചയായും നിബിനും നിബിൻ്റെ കുടുംബവും സ്റ്റേറ്റ് ലെവൽ മത്സരത്തിൽ, CM മെഗാ ക്വിസിന്റെ സ്റ്റേറ്റ് ലെവൽ മത്സരം ഈ വരുന്ന ഞായറാഴ്ച 22-ാം തീയതി തിരുവനന്തപുരത്ത് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ നടക്കുമ്പോൾ അവിടെ വരണമെന്നും ആ മത്സരം എല്ലാം കാണണമെന്നും ഞങ്ങളെ വിളിച്ച് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 22-ാം തീയതി എന്തായാലും തിരുവനന്തപുരത്ത് വന്നിരിക്കും. അപ്പോൾ കൂട്ടുകാരോട് പറയാനുള്ളത്, ആർക്കെങ്കിലും അന്ന് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ ക്വിസിന്റെയോ ഇതുപോലുള്ള പത്രങ്ങളിലൂടെ വീഡിയോകളിലോ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ കൂട്ടുകാരുടെ പേരും മൊബൈൽ നമ്പറും ചേർത്ത് കമന്റായി രേഖപ്പെടുത്തുക. ഉറപ്പായും ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. പറ്റുകയാണെങ്കിൽ നമുക്ക് അന്നൊരു വീഡിയോ എടുക്കാവുന്നതുമാണ്. അപ്പോൾ 22-ാം തീയതി തിരുവനന്തപുരത്ത് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ ഞങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളും വരിക. എന്റെ സമ്മാനം കിട്ടിയില്ല, അതെനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വാങ്ങിച്ചോളാം. അവനൊരു സങ്കടം ആയിക്കോട്ടെ, അല്ല സങ്കടം ആകാതിരിക്കട്ടെ. ബാലൻസ് 400 അടുത്ത ദിവസം തരണം. അല്ല കുഴപ്പമില്ല, ഇത് എന്റെ പേഴ്സിൽ വെച്ചോളാം. അപ്പം ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിഷാനൊപ്പം നിബി.